ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എബിറ്റ് ആണ്. എബിറ്റ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എബിറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് നമ്മളൊന്നുമില്ല, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡെപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പം എബിറ്റ് എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള ഇൻട്രസ്റ്റും ടാക്സും പിന്നെ നമ്മുടെ ഇപ്പോൾ ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു, അതിനെ നമ്മൾ എല്ലാ വർഷവും അതിനെ നമ്മൾ കുറയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതല്ലേ, നമുക്ക് എക്സ്പെൻസ് അല്ലേ, അപ്പോൾ അത് നമ്മൾക്ക് എക്സ്പെൻസ് കുറയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മെഷീനറി നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് നോക്കിയിട്ട്, ഇപ്പം ഒരു 50,000 റുപ്പീസ് ആണ് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക, അതിൻ്റെ 10 വർഷമാണ് ലൈഫ് സ്പാൻ വരുന്നത്. അപ്പം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 5,000 രൂപ നമ്മൾ ഈ 10 വർഷമായിട്ട് നമ്മളിതിൽ കാണിക്കും എല്ലാ വർഷവും. അപ്പോൾ അതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വാല്യൂ കുറയുന്നത്, അതിനാണ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് എബിറ്റ്. എബിറ്റ് എന്തിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ ആ സ്റ്റോക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിലോ 10 ആണ് ഏറ്റവും നല്ല എബിറ്റ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പം റവന്യൂ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്കൊരു എന്താ പറയുക ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ഗ്രോസ് പ്രോഫിറ്റിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഈ ഒരു ഡെപ്രിസിയേഷനും അമോർട്ടൈസേഷനും മൈനസ് ചെയ്യേണ്ടി ഇരിക്കുന്നു. അതിനെ നമ്മൾ ടാക്സും കൂടി ആഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അത് നമുക്ക് നെറ്റ് ഇൻകം നമുക്കപ്പോൾ കിട്ടും കമ്പനിയുടെ ടോട്ടൽ. അപ്പോൾ ഇത് നമുക്ക് ബിലോ 10 എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല റേഷ്യോ എന്ന് പറയുന്നത് എബിറ്റയുടെ. അതല്ലാതെ തന്നെ ഇനി നമുക്ക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇരിക്കും. നല്ല ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ പല ഡിഫൻസ് സെക്ടേഴ്സിന് വേറെയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് വേറെയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ചിലപ്പോൾ ബിലോ അല്ല, ചിലപ്പോൾ ഇച്ചിരി മേളിൽ 10 ഒരു 11-12 ഒക്കെ എടുക്കാറുണ്ട് ചില കമ്പനീസ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.